സലാമുണ്ടിട്ടാ പ്രിയപ്പെട്ടവരെ, സലാമുണ്ടിട്ടാ. ഇപ്പൊ ലോകകപ്പൊക്കെ അങ്ങനെ മെസ്സിയൊക്കെ അടിച്ച് തകർത്ത് കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ക്വാർട്ടർ ഫൈനലിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആര് കപ്പ് നേടും എന്നുള്ള ഒരു ധാരണയ്ക്കിടെ ഒരു ആകാംക്ഷയുടെ മുൾമുനയിലുള്ള ലോകം മുഴുവൻ, കേരളവും. ഇവിടെ പാതിരാത്രിക്കൊക്കെ പുള്ളങ്ങൾ റോട്ടിൽ കിടത്ത് തലങ്ങും ബലങ്ങും മെസ്സിക്ക് ജയ്, നെയ്മർ ജയ് എന്നൊക്കെ പറഞ്ഞ് പോണ കേൾക്കുമ്പോൾ നമ്മളെ ഓർക്ക പോവാണ്. എന്നാലും വേണ്ടില്ല, തരക്കേടില്ല, നല്ല കാര്യമുള്ള. അങ്ങനെയെങ്കിലും മനുഷ്യരൊക്കെ ഒന്ന് ഒരുമിച്ചിരിക്കട്ടെ. ലോകം മുഴുവൻ ഒരു പന്തിന് ചുറ്റും കടന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന പോലെയാണ് ഇപ്പം CPM. അത് തന്നെയാണ് CPM. ഇപ്പോൾ ലോകം മുഴുവൻ ഒരു പന്തിന് ചുറ്റുമാണ് ഓടിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാണെങ്കിൽ CPM ഇപ്പോൾ പിണറായി വിജയനെ ചുറ്റുമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോരോ പുകിലുകളില്ല, ഓരോ പുകിലുണ്ടാക്കാണ്. അപ്പം ഇപ്പോൾ ഈ മെസ്സിയൊക്കെ ഇപ്പോൾ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളടിച്ച് 8 ഗോളടിച്ച് സ്വർണ്ണക്കപ്പ് നേടുമെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ്, ഗോൾഡൻ ബൂട്ട് നേടുമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഇപ്പോൾ പിണറായി വിജയൻ അതുപോലെ ഏതാണ്ടൊക്കെ കിട്ടാൻ പോകണ്ടിട്ടാ. അതായത് ഇപ്പോൾ പിണറായി വിജയൻ ഈ വിഴിഞ്ഞം പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു ഇടങ്ങേറുണ്ടാക്കി കൊണ്ടുവന്ന്. ഇടങ്ങേറെന്ന് പറഞ്ഞാൽ VD സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് വിഴിഞ്ഞം പദ്ധതി അദാനിയുടെ 49% ഓഹരി MSC എന്ന മെഡിറ്ററേനിയൻ കമ്പനിക്ക് വിൽക്കാൻ പോണത്. MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷന് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കേരളത്തിൽ വിഴിഞ്ഞത്ത് വേറെ ഒറ്റ കപ്പലുകളും വരൂല എന്നാണ് പറയണത്. ഇതിനു മുമ്പ് പിണറായി വിജയൻ ഇമ്മണി കപ്പൽ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിണറായി വിജയൻ കപ്പൽ കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടാക്കിയ പരിപാടികളാണ് ഇപ്പോൾ വിഴിഞ്ഞത്ത് 13,000 കോടിയുടെ ഇടപാടായിട്ട് വരണമെന്നൊക്കെ പറഞ്ഞ് ദേശാഭിമാനി ഈ കളിക്ക് മുമ്പ് റഫറി വിസിലടിക്കുന്ന പോലെ അടിച്ച് എല്ലാവരെയും കേൾപ്പിച്ച ആളുകളുടെ ശ്രദ്ധയൊക്കെ ഉണ്ടാക്കി. അപ്പോഴും MP ഗോവിന്ദൻ പറഞ്ഞു, ദേശാഭിമാനിക്ക് വേറെ പണിയൊന്നുമില്ല, ബായി തോന്നുന്ന പോലെ എന്തെങ്കിലും എഴുതി വെച്ചുകൊണ്ട് വല്ല കാര്യമുണ്ട്. ആകെ പെട്ട് എന്ന് പറഞ്ഞ പോലെ പെട്ട്. ഇപ്പം ഈ പന്തുകളിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പന്തിട്ട് തട്ടണ പോലെയാണ് പിണറായി വിജയൻ എല്ലാവരും തട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ പേരിൽ വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പന്ത് അങ്ങോട്ട് കൈമാറുന്ന പോലെ ഇങ്ങോട്ട് കൈമാറുന്ന പോലെയാണ്. ഇപ്പോൾ ആദ്യം ഈ വിവാദം ഉണ്ടാക്കിയതാരാ? പിണറായി വിജയൻ തന്നെയാണ്. അതായത് ഈ വിഴിഞ്ഞം പദ്ധതി അദാനിക്ക് കൈമാറാനുള്ള ഈ പദ്ധതി ഉണ്ടാക്കിയത് VD സതീശനാണ്. VD സതീശൻ്റെ സർക്കാരിൻ്റെ കാലത്താണ് ഈ പദ്ധതി ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ ആ പന്ത് അടിച്ചിട്ടത് MP ഗോവിന്ദൻ്റെ കോർട്ടിലേക്കാണ്. MP ഗോവിന്ദൻ ഈ പന്ത് കിട്ടിയ വഴിയെ പന്ത് കൊണ്ട് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് ഓടി അണച്ചു കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ P ജയരാജന് അടിച്ചിട്ട് കൊടുത്ത്. P ജയരാജനും പറഞ്ഞ് ശരിയാണ്, ഇത് ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് തുറമുഖം വികസിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണെന്നുണ്ടെങ്കിലും പക്ഷേ ഇപ്പോൾ ഈ അദാനിക്ക് ഇതിൻ്റെ ഓഹരിയൊക്കെ വിൽക്കാൻ പോകണമെന്ന് സർക്കാരുമായിട്ട് ആലോചിക്കാണ്ടുള്ള ഒരു കെടുകാര്യസ്ഥത. അത് ശരിയല്ല. ഇതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മറുപടി വേണമെന്ന് പറയും. വീണ്ടും ഗോവിന്ദൻ്റെ അടുത്തേക്ക് പന്തടിച്ചിട്ട് കൊടുത്ത്. ഗോവിന്ദൻ തന്നെ പറയട്ടെ, കാരണം ഗോവിന്ദൻ തന്നെയുള്ള CPM സെക്രട്ടറി ആയിട്ട് വലിയ ആളായിട്ട് ആ കസേരയിലും ഞെളിഞ്ഞിരിക്കരുത്. കുറച്ചൊക്കെ ബുദ്ധിമുട്ടിട്ട് ഇതിന് മറുപടി വരട്ടെ ഞാൻ ഇതിന് മറുപടി വരേണ്ട ആളല്ല എന്ന് P ജയരാജൻ കണക്കാക്കി ഗോവിന്ദൻ്റെ കോട്ടിലേക്ക് പന്തിട്ടടിച്ചു കൊടുത്ത്. ഗോവിന്ദൻ എന്ത് ചെയ്ത്? ഗോവിന്ദൻ കുറേ നേരം പറഞ്ഞത് ഇത് ശരിയല്ല. അത് അപ്പോഴേക്കും ദേശാഭിമാനി കയറി പറഞ്ഞില്ല, പിണറായി വിജയൻ്റെ കാലത്ത് നടത്തിയ നേട്ടങ്ങൾ അനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഇതേ MSC കമ്പനി കേരളത്തിലേക്ക് വന്നത്. 13,000 കോടി എന്നൊക്കെ പറഞ്ഞപ്പോൾ MP ഗോവിന്ദൻ്റെ കിളി പോയി. പിന്നെ എന്ത് ചെയ്യേണ്ടതെന്ന് MP ഗോവിന്ദൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുറ്റും വെച്ച് നോക്കുമ്പോൾ P രാജീവ് നിൽക്കണേ. പന്ത് കൊണ്ട് ഓടാനൊക്കെ രാജീവിൻ്റെ ശാരീരിക ശേഷി വെച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലും വേഗം P രാജീവിൻ്റെ കോട്ടിലേക്ക് അടിച്ചിട്ട് കൊടുത്ത് പന്ത്. P രാജീവ് കുറേ കൂടി കടത്തി പറഞ്ഞ്, അതായത് ഈ അദാനിയുടെ ഈ കമ്പനി ഇവർ ഓഹരി മുഴുവൻ മറ്റുള്ള കമ്പനികൾക്ക്, വിദേശ കമ്പനിക്ക് വിൽക്കുന്നതിന് മുമ്പ് സർക്കാരുമായിട്ട് ആലോചിക്കണമായിരുന്നെന്നാണ് ഈ പിണറായി വിജയൻ MP ഗോവിന്ദനൊക്കെ പറഞ്ഞെങ്കിൽ P രാജീവ് കുറച്ചും കൂടി കടത്തിപ്പറഞ്ഞ്. അതാണുള്ള കളി. പന്ത് കളി എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഒരു ഭാവനയെ കൂട്ടി കളിക്കുമ്പോഴുള്ള കാഴ്ചക്കാർക്കൊരു ഇമ്പം ഉണ്ടാവണത്. അങ്ങനെ കാഴ്ചക്കാർക്കൊരു ഇമ്പം ഉണ്ടായിക്കോട്ടെ എന്ന് കണക്കാക്കി ഈ നെയ്മറും മെസ്സിയൊക്കെ കളിക്കണ പോലെ അതിൻ്റെ ഇടയ്ക്ക് കുണിഞ്ഞ് രാജീവ് പറഞ്ഞ് ഈ ആലോചിക്കണതിന് മുമ്പ്, അതായത് 49% ഈ വിഴിഞ്ഞത്തിൻ്റെ ഓഹരി ഈ മെഡിറ്ററേനിയൻ കമ്പനിക്ക് കൊടുക്കുന്നതിന് മുമ്പ് അവരൊരു ആലോചന തീരുമാനിക്കുന്നതിന് മുമ്പ് സർക്കാരുമായിട്ടൊന്ന് കൂടി ആലോചിക്കണം എന്ന് പറഞ്ഞിട്ട് ഒറ്റ കിക്ക്. ആ പന്തിന് ഒറ്റ കിക്ക് കൊടുത്ത് ആ പന്ത് നേരെ വന്ന് വീണത് എവിടെ? പിണറായിയുടെ അടുത്ത്. പിണറായി വിജയൻ ഇടവും പോലെ നോക്കാണ്ട് മുണ്ടാട്ട് പൊട്ടി നിൽക്കുമ്പോൾ ഈ പന്ത് അങ്ങോട്ട് ഇട്ടിട്ട് അടിക്കാൻ പറ്റും. കാലുവാണെങ്കിൽ പൊങ്ങണില്ല. വയനാട്ടിലാണെങ്കിൽ പോയി ആ ചെളിയിലൊക്കെ കിടന്ന് നടന്നിട്ട് കാലും അപ്പടി ചെളിയും ഒരു നിവൃത്തിയില്ല. വീണ്ടും മുണ്ടും മടിക്ക് കുത്തി ജേഴ്സി ഉണ്ടാ മിണ്ടല്ല. ആള് അവിടെ എന്തുകൊണ്ട് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടുത്തെ ശൈലജ ടീച്ചർ പന്ത് വേഗം അങ്ങോട്ട് തട്ടിക്കൊടുത്ത്. കാര്യം ശരി, ശൈല ടീച്ചർ ഇപ്പോൾ മറ്റേ നമ്മുടെ പേരാവൂർ സണ്ണി ജോസഫിൻ്റെ അടുത്ത് നിന്ന് തോറ്റെങ്കിലും ഒരു അംഗത്തിന് ഇനി ബാല്യമുണ്ടെന്ന് പറഞ്ഞ് ശൈല ടീച്ചർ നല്ല കിടുകിടുന്ന് പറഞ്ഞ് കുതിരവാലൊക്കെ കെട്ടി മുടി ഓടി പന്ത് കൊണ്ട് ഓടി ചെന്ന്. അത് ശരിയല്ല. വിഴിഞ്ഞത്ത് പദ്ധതിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിവാദം ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടി വന്ന്, അതായത് ഈ ദിവ്യസായിനെ മാറ്റിയത് അവിടെ തുറമുഖ MDയുടെ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് ശരിയായില്ല എന്ന് പറഞ്ഞ് കണ്ണൂർ രാകേഷ് പറഞ്ഞില്ല. അത് എന്തുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് എന്താണ് ഒരു കോർണർക്ക് അങ്ങനെ എടുത്ത് ടീച്ചർ ഒരു കോർണർ കിക്ക് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല.
കാരണം സർക്കാർ മാറി മാറി വരുമ്പോൾ സർക്കാർക്ക് തോന്നിയ രീതിയിൽ ഓരോ ഉദ്യോഗസ്ഥന്മാരെ മറ്റും ഞങ്ങൾ മാറ്റിയിട്ടില്ല. അപ്പോൾ അവരും മാറ്റും ഇവരും മാറ്റും. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ മാറ്റും. ഒരു കിക്കെടുത്ത് കഴിഞ്ഞപ്പോൾ അല്ലാതെ പിണറായി വിജയൻ്റെ നെഞ്ചത്ത് പോയിക്കൊണ്ട് ആ പന്ത് പിണറായി വിജയൻ്റെ നെഞ്ചത്ത് പോയി കണ്ടപ്പോൾ പിണറായി വിജയൻ നെഞ്ചു വെച്ച് അങ്ങോട്ട് തടുത്ത് കഴിഞ്ഞപ്പോൾ രണ്ടട കഴിഞ്ഞ് വെള്ളം കുടിച്ച് അവിടെ വിളിച്ച് സോഡ വരെ മേടിച്ച് കുടിച്ച് വീണ്ടും ആ പന്ത് തട്ടിയിട്ട് കൊടുത്ത് ആരുടെ ഹോട്ടലിലേക്ക് കൊടുത്ത് ശ്രീമതി ടീച്ചറിൻ്റെ അടുത്തേക്ക് കൊടുത്ത്. ശ്രീമതി ടീച്ചർ പന്ത് കൊണ്ട് ഓടാൻ പറ്റില്ല കേട്ടാ. എങ്കിലും വേണ്ടില്ല, പഴയ പുലിയല്ല, പഴയ കളി ഒരുപാട് കളിച്ചിട്ടുള്ള ആളുകളല്ല. അപ്പോൾ എന്തിന് പന്ത് തട്ടിക്കൊണ്ട് പറഞ്ഞ് ആ കണ്ണൂർ രാകേഷ് പറഞ്ഞ് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്നാലും വേണ്ടില്ല, അത് ഓരോ സർക്കാർ വരുമ്പോൾ ഓരോ തീരുമാനം എടുക്കും. പക്ഷേ എൻ്റെ കൂടെ അന്ന് കളിക്കാൻ ഇറങ്ങിയ എൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ സെക്രട്ടറിനെ ഞാൻ മാറ്റിയിട്ടുണ്ടായില്ല. 3 കൊല്ലം ആ സെക്രട്ടറി എൻ്റെ കൂടെ തന്നെ നിന്ന് കളിച്ചെന്നാണ് ശ്രീമതി ടീച്ചർ പറഞ്ഞത്. അപ്പോൾ ശ്രീമതി ടീച്ചർ വീണ്ടും പന്ത് തട്ടി കെ കെ ശൈലജയുടെ അടുത്തേക്ക് ഇട്ട് കൊടുത്ത്. കെ കെ ശൈലജ പന്തും കൊണ്ട് ഓടുമ്പോണ്ടാ അപ്പുറത്ത് കോർണറിൽ മാറി നിന്നിരുന്ന ഗോളേരിയയിൽ ഇന്ന് ഇ പി ജയരാജൻ ചാടി ഓടി വന്ന് പന്തെടുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പന്തെടുത്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടേ ആൾ കൊണ്ടുവന്ന് മെസ്സിയൊക്കെ ഓടണല്ലേ, പന്ത് കാലുമ്പോൾ ചുറ്റി പിടിച്ചിട്ട് ഓടുന്ന ഓട്ടത്തിൽ പുള്ളി എന്ത് ചെയ്ത് ഗോൾ പോസ്റ്റിൽ ആക്കാക്കി ഒറ്റടി അങ്ങോട്ട് അടിച്ച്. എങ്ങനെ നമ്മുടെ ഇൻഡിഗോയിൽ പണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ കരിങ്കൊടി കാണിച്ച പിള്ളങ്ങളെ 3-4 പിള്ളേരെ ഒറ്റയടിക്ക് താഴെയിട്ടില്ലേ. ഒറ്റയടിക്ക് ജയരാജൻ ഇ പി ജയരാജൻ എല്ലാവരും മറിച്ചങ്ങോട്ട് താഴെയിട്ടില്ല. അതുകൊണ്ട് ഒറ്റയടിയൊക്കെ അടിച്ച് ഗോൾ 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 പിണറായി വിജയൻ എല്ലാവരും ഗോൾ ഗോൾ എന്ന് പറഞ്ഞ് കൈയടിച്ച്. അടിപൊളി കളി. പക്ഷെ കൈയടിച്ച് കഴിഞ്ഞപ്പോൾ എവിടെ ഗോൾ എവിടെ വീണത്? ഗോൾ നോക്കി കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ്റെ പോസ്റ്റിൽ തന്നെ. എന്തുട്ടാ പറഞ്ഞത് ഇ പി ജയരാജൻ? ഈ സെൽഫ് ഗോൾ വീണ് എന്തെന്നാ പറഞ്ഞത്? പിണറായി വിജയൻ അങ്ങനെ വിഴിഞ്ഞം പദ്ധതിക്കെതിരെ അഴിമതി ഉയർത്തിക്കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും തെളിവ് വേണം. വെറുതെ വികസന പദ്ധതികളായിട്ട് മുന്നോട്ടൊരു സർക്കാർ പോകുമ്പോൾ വെറുതെ അഴിമതി ആരോപണങ്ങൾ തെളിവില്ലാണ്ട് ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അനുകൂലിക്കാൻ എനിക്ക് പറ്റൂല. എൻ്റെ വ്യക്തിപരമായ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് തെളിയിക്കണമെങ്കിൽ തെളിവ് വേണം. വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് ഈ വിഴിഞ്ഞം പദ്ധതിയിൽ വി ഡി സതീശൻ അഴിമതി കാട്ടിയെന്ന് യാതൊരു തരത്തിലുള്ള അഭിപ്രായവും ഇല്ല എന്ന് പറഞ്ഞവരോട് ഗോൾ 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 സെൽഫ് ഗോളായി CPM-ന്റെ പോസ്റ്റിലേക്ക് ഗോൾ വീണ് പിണറായി വിജയൻ പിന്നെ ഏത് വഴി പോയിന്നറിയാൻ പാടില്ല. സമ്പത്തിന് കെ ബാലഗോപാലിനും പി രാജീവും ഒക്കെ സോഡയും പൊട്ടിച്ച് വെള്ളം വായിലേക്ക് ഒഴിച്ച് കുടിക്കാനും ഇറക്കാനും പാടില്ലാത്ത രീതിയിൽ കണ്ണും തുറച്ച് നാക്കം കെട്ടി നിന്നെന്ന് പറയുന്നത്. ശൈലജ ടീച്ചർ അപ്പോഴും ഒരു ഇടം കണ്ടിട്ട് നോക്കണ്ടായിരുന്നു ഇ പി ജയരാജനെ. നമ്മൾ പറഞ്ഞു കൊടുത്ത് തന്നെ കൊണ്ടുവന്ന് എത്തിച്ചല്ലോ എന്നുള്ള മട്ടില്. അപ്പം എന്തായാലും ഇ പി ജയരാജൻ സെൽഫ് ഗോൾ അടിച്ച് വിഴിഞ്ഞത്തിൻ്റെ പേരിൽ പിണറായി വിജയൻ വീണ്ടും നാണം കെട്ട് എന്താണ് മെസ്സിയുടെ പോലത്തെ 10-ാം നമ്പർ ജേഴ്സിയിൽ 10-ാം നമ്പറിൽ 1-ാം നമ്പർ ജേഴ്സി ആയിരുന്നില്ല, അതൊക്കെ ഉരിഞ്ഞു പോയി മൈതാനത്ത് ഓടണ വഴി ഊർന്നു പോയി നാണം കെട്ടാട് വേണ്ട എങ്ങനെ ആയിപ്പോയി, ബൂട്ടൊക്കെ അഴിഞ്ഞ് തെറിച്ച് പോയി. എന്തിനു പറയണ്? പി ജയരാജൻ സെൽഫ് ഗോൾ അടിച്ച് വിഴിഞ്ഞം പദ്ധതിയിൽ പിണറായി വിജയനും നാറി, CPM-കാരും നാറി, MP ഗോവിന്ദനും നാറി, എല്ലാവരും നാറി. അഴിമതി ആരോപണം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതിന് തെളിവ് വേണം. വെറുതെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് മറ്റോ ആരോടെങ്കിലും രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ഇടപാടുകൾ കൊണ്ടൊന്നും മേലാൽ വരാൻ പാടില്ല എന്ന് പിണറായി വിജയൻ്റെ പോസ്റ്റിലേക്ക് സെൽഫ് ഗോൾ അടിക്കുന്നതോടൊപ്പം തന്നെ മോന്തക്കിട്ടൊരു ഒറ്റ കിടക്കാണ് അടിക്കുകയെന്ന് പറഞ്ഞാൽ കൊരട്ടിയത്ത് ഒറ്റ എണ്ണമാണ് പൊട്ടിക്കണ പോലെയാണ് അടിച്ചത്. മിണ്ടിപ്പോവരുത്. ഇനി പാർട്ടിയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇടങ്ങേറുണ്ടാക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ പഴയ കാലം അസ്തമിച്ചെന്നും പറഞ്ഞാണ്. അപ്പോഴേക്കും അവിടെ റഫറി നീണ്ട ബിസിലടിച്ച്. ഇല്ലെങ്കിൽ ഇ പി ജയരാജൻ പിന്നെയും കത്തിക്കയറിയാൽ പിന്നെയും സെൽഫ് ഗോൾ അടിച്ചാൽ അപ്പം അത് വേണ്ടാന്ന് വെച്ച് കളി അവിടെ നിർത്തി. ഇതിപ്പോൾ മെസ്സിനേക്കാളും നെയ്മറേക്കാളും റൊണാൾഡോയിലൊക്കെ മികച്ച രീതിയിൽ ഗോൾ അടിക്കാൻ ഇ പി ജയരാജനെ അറിയാമെന്ന് വീണ്ടും തെളിയിച്ചല്ല. അതെന്തായാലും ഇനി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ വരാട്ടെ. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മിണ്ടാണ്ടിരിക്കാൻ പറ്റൂലില്ല. അങ്ങനെ മിണ്ടാണ്ടിരിക്കണം. അപ്പം നിങ്ങളുടെ അടുത്ത് വന്ന് ഇതൊക്കെ ഒന്ന് പറയാമെന്ന് കരുതി വന്നാണ്. അപ്പം അങ്ങനെ ആയിക്കോട്ടെ, ഇനി എന്തെങ്കിലും വരാട്ടെ, ആയിക്കോട്ടെ, സലാം, ആയിക്കോട്ടെ.